നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും തീപ്പൊരി പറന്നു തുടങ്ങിയിരിക്കുന്നു. ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കുന്ന ഒരു ഹൈ വോൾട്ടേജ് ത്രില്ലർ പോലെയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില ഉപഗ്രഹ ചിത്രങ്ങൾ അങ്ങനെയൊരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ അമേരിക്ക ചില പുതിയ കളികൾ കളിക്കുകയാണ്. ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, ഒരു വലിയ യുദ്ധക്കളം ഒരുങ്ങുന്നതിന്റെ സൂചനയോ അതോ ഒരു സൂപ്പർ ഹീറോ സിനിമയിലെ പോലെ പ്രതിരോധത്തിന്റെ പുത്തൻ അധ്യായമോ? മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദൈദ്. ഇവിടെ അമേരിക്ക തങ്ങളുടെ അത്യാധുനിക പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പുതിയ രൂപത്തിൽ സജ്ജമാക്കുകയാണെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന. സ്ഥിരം താവളങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്ന പഴയ രീതിക്ക് പകരം പാട്രിയറ്റ് മിസൈൽ ലോഞ്ചറുകൾ ഇപ്പോൾ ഭീമാകാരൻ ട്രാക്കുകളിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഖരവും മേഖലയിലെ അവരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണോത്സുകതയും കണക്കിലെടുത്താണ് അമേരിക്കയുടെ ഈ നീക്കം. ഖത്തർ മാത്രമല്ല, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെ ഇതിന്റെ പ്രധാന ലക്ഷ്യമായി വരുന്നുണ്ട്. ഇരുവശത്തുമുള്ള ഈ പ്രതിരോധ കളികൾ പരസ്പരം ഭയപ്പെടുത്താൻ വേണ്ടിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഫെബ്രുവരി ആദ്യവാരം പകർത്തിയ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഏകദേശം 10ഓളം പുതിയ യൂണിറ്റുകളാണ് തെളിഞ്ഞു കാണുന്നത്. ഇത് വെറുമൊരു ഡിസൈൻ മാറ്റമല്ല, അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു തകർപ്പൻ തന്ത്രമാണ്. ഈ പുതിയ ട്രക്ക് പാട്രിയറ്റുകൾക്ക് 3 പ്രധാന ഗുണങ്ങളുണ്ട്. ഒന്ന്, വേഗത. ശത്രുവിന്റെ മിസൈൽ ആക്രമണമുണ്ടായാൽ ഞൊടിയിടയിൽ മിസൈൽ യൂണിറ്റുകൾക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പറന്നു മാറാൻ സാധിക്കും. ഒരു വീഡിയോ ഗെയിമിലെ കഥാപാത്രം പോലെ വേഗത്തിൽ ലൊക്കേഷൻ മാറ്റാമെന്ന് സാരം. ഇനി 2, പ്രതിരോധമാണ്. ഒരേ സ്ഥാനത്ത് നിന്നാൽ ശത്രുവിന്റെ കണ്ണിൽ എളുപ്പത്തിൽ പെടാം. എന്നാൽ ഈ മൊബൈൽ യൂണിറ്റുകൾ സ്ഥാനങ്ങൾ മാറി മാറി ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ആശയക്കുഴപ്പത്തിലാക്കും. മിസൈലുകൾക്ക് ഇവയെ ലക്ഷ്യം വയ്ക്കാൻ കഴിയാതെ വരും. മൂന്നാമതായി, മൊബിലിറ്റി. M983 ഹെവി ട്രക്കുകളിലായിട്ടാണ് ഈ പാട്രിയറ്റ് ലോഞ്ചറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കുന്നും മലയും മരുഭൂമിയും ഒരുപോലെ കീഴ്പ്പെടുത്തി ഏത് തരം ഭൂപ്രകൃതിയിലൂടെയും സർവശക്തിയും സംഭരിച്ച് കുതിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇനി എന്താണ് ഈ പാട്രിയറ്റ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ശത്രു രാജ്യങ്ങൾ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ കഴിവുള്ള ഒരു സൂപ്പർ ഡിഫൻസ് സംവിധാനമാണിത്. ആകാശത്ത് ഒരു കവചം തീർത്ത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ റായ്തിയോൺ എന്ന കമ്പനി നിർമ്മിക്കുന്ന ഈ മിസൈലുകൾക്ക് ശത്രു മിസൈലുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തകർക്കാനും സാധിക്കും. പശ്ചിമേഷ്യൻ ആകാശത്ത് ഇപ്പോൾ ഒരു മിസൈൽ ഷെൽഫ് ഒരുങ്ങുകയാണോ? ഈ പുതിയ നീക്കങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുമോ അതോ തീവ്രത കൂട്ടുമോ എന്ന് കണ്ടറിയണം. എന്തായാലും അൽ ഉദൈദിലെ ഈ പുത്തൻ താരങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്. നമുക്ക് കാത്തിരുന്നു കാണാം.